മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പത്രത്തിലെ ന്യൂസ് കണ്ടിട്ട് നമ്മുടെ കണ്ണന് മനസ്സിലാകുന്നുണ്ട് ഇതുപോലെ മാർക്കോ പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരു പെൺ കേസിനാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണൻ അത്രയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പെൺ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളുകളെയൊന്നും കണ്ണൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. രക്ഷിക്കണമെന്ന് ആദ്യം തോന്നുന്നില്ല. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതുപോലെ നമ്മളെ രക്ഷിച്ചതിൻ്റെ പേര് ആരെങ്കിലും ഇനി അകപ്പെടുത്തിയതാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും കാര്യം പോയി തിരക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും മാർക്കോയെ രക്ഷിക്കാമെന്ന് പറയുന്നു. മാത്രമല്ല മാർക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെൺകുട്ടികൾക്ക് ആപത്ത് വന്നാൽ രക്ഷകനാണ്, ഒരിക്കലും പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് മഹാലക്ഷ്മിയുടെ ആ ഒരു വാക്കൊക്കെ കേട്ടിട്ട് കണ്ണൻ മാർക്കോയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയം നമ്മുടെ മേഘനാഥൻ്റെ അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം കണ്ണനെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണമേ നടത്തണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ മഞ്ജുവിനെ ഇവിടുന്ന് പുറത്ത് അടിച്ചേ പറ്റൂ. കാരണം ഒരു ഉപകാരവും ഇല്ലാത്ത ഇവളെ കൂടെ നിർത്തിയിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, അവളുടെ വായിലിരിക്കുന്ന വർത്താനം കൂടി കേൾക്കാനുള്ള ക്ഷമയില്ല. ഇനി എന്തായാലും തൻ്റെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടിട്ടേ കാര്യമുള്ളെന്നുള്ളൊരു വിശ്വാസത്തിൽ മേഘൻ്റെ അമ്മ കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് പോകുന്നുണ്ട്, അച്ഛനോടും മോനോടും പറയാതെ. ആ സമയം സീമന്തിനിയോട് വളരെ ദേഷ്യത്തിൽ കണ്ണൻ നോക്കിയിട്ട് മുഖത്ത് നോക്കാതെ താഴെ നോക്കിയിരിക്കുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് മോന് ഞങ്ങളോടൊക്കെ വളരെ വെറുപ്പാണെന്നറിയാം. അച്ഛൻ്റെയും മോൻ്റെയും വാക്ക് കേട്ടിട്ടാണ് മഹാലക്ഷ്മിയോടും മോൻ്റെയോടും ഞാൻ വെറുത്ത് പെരുമാറിയത്. പക്ഷേ അതൊക്കെ തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ പറയുന്ന മേഘൻ കല്യാണത്തിന് മുമ്പ് എന്നെ ശല്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. ഈ മേഘനാണെന്നുള്ള കാര്യം എൻ്റെ വിവാഹത്തിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം മേഘൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ അയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നിങ്ങളൊക്കെ എന്നെ ആട്ടിപ്പായിച്ച് വിട്ടത് നന്നായിട്ട് എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട് മോളെ അതൊക്കെ എനിക്കറിയാം, അന്നൊരു അബദ്ധം പറ്റിയതാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നു. എന്നിട്ട് സീമന്തിനി പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ അഹങ്കാരം വളരെ കൂടിയിരിക്കുന്നു. ഒരു മരുമകൾ വീട്ടിൽ വന്ന് കയറിയാൽ അവൾക്ക് ചില ധർമ്മങ്ങളൊക്കെ ചെയ്യാനില്ലേ, അവളൊന്നും കണ്ടും കേട്ടും ചെയ്യില്ല. മാത്രമല്ല എൻ്റെ ദുർഗയുടെ മകളാണെന്നുള്ളൊരു സ്നേഹവും കരുതലൊക്കെ എനിക്ക് അവളോടുണ്ടായിരുന്നു. ഒരു അമ്മായിയമ്മ മരുമകൾ പോരിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ അവൾ കാര്യങ്ങൾ കണ്ടു കേട്ടറിഞ്ഞ് ചെയ്യാത്തതിനെ തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും അത്ര നല്ല രസത്തിലല്ല. ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നതെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മായിയുടെ എന്ത് കണക്കൂട്ടലാ തെറ്റിയത്, അവൾ എടുക്കാൻ പറ്റാത്ത അത്രയും സ്വർണവും പണവുമായിട്ട് അവിടേക്ക് കയറി വരുമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പം സീമന്തിനി പറയുന്നുണ്ട് മോനെ അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മകൻ മേഘൻ അവൻ മഞ്ജുവിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ള വാശിയിൽ നിന്നത് കാരണം നാളെ എൻ്റെ മരുമകളായി വരുമെന്നുള്ളൊരു രൂപത്തിലുള്ള സ്നേഹവും കരുതലൊക്കെ എനിക്ക് അവളോടുണ്ടായിരുന്നു. അത് സത്യം തന്നെ. പക്ഷേ അവളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് സ്വഭാവത്തെക്കുറിച്ചാണെങ്കിൽ ഓക്കെ, മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ അവളായിരുന്നു മഹാലക്ഷ്മിയോട് ഏറ്റവും കൂടുതൽ പോരിന് തുടക്കം കുറിച്ചെന്ന് കണ്ണൻ പറയുന്നു. മുമ്പ് അവളുടെ സ്വഭാവത്തിൽ ഇത്രയും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് മേഘനെ പ്രേമിക്കാൻ തുടങ്ങി അന്നു മുതൽ അവളുടെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പം സീമന്തിനി മനസ്സിൽ വിചാരിക്കുന്നു പെങ്ങളുടെ കുറ്റമൊന്നും പറയുന്നില്ല, എൻ്റെ മകനെക്കുറിച്ചുള്ള കുറ്റം മാത്രമാണ് ഇവൻ പറയുന്നതെന്നുള്ളൊരു തോന്നൽ സീമന്തിനിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു അവളുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് എന്നോട് കാണിച്ചിട്ടുള്ളത്. അവളുടെ അമ്മ ദുർഗാമ്മ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് അവൾ എന്നോടും പെരുമാറിയിട്ടുള്ളത്. പക്ഷേ കരുണയോട് അങ്ങനല്ല, കരുണയോട് ഭയങ്കര സ്നേഹവും കരുതലൊക്കെയാണ്. പക്ഷേ എന്നോടൊരു മനുഷ്യത്വമുള്ള രൂപത്തിൽ പെരുമാറിയിട്ടില്ലെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണനും അത് ശരിവെച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് വീട്ടിലായാലും അടുക്കളയിലായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന രൂപത്തിൽ മഞ്ജു ഇന്നുവരെ പെരുമാറിയിട്ടില്ല. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് മോനെ അച്ഛനും മകനും ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മോനോട് മാപ്പ് പറയുന്നുണ്ട്. മോൻ ഒരുപാട് സഹായങ്ങൾ മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ആ സഹായങ്ങളൊന്നും ഒരിക്കലും പിൻവലിക്കരുതെന്ന് എൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഭർത്താവിനും പ്രതാപനും എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെ അപകടപ്പെടുത്താൻ നോക്കിയിട്ട് ദൈവം തക്ക ശിക്ഷ കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെ ഇനി അയാൾ എൻ്റെ ഓഫീസിലേക്ക് ജോലിക്കായിട്ട് വരണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ സീമന്തിനി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.